വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ, ശ്രുതി എന്നാണ്. ഇന്ന് ടീച്ചറ് നിങ്ങൾക്കൊരു പരീക്ഷാ ചോദ്യം പരിചയപ്പെടുത്തി തരാം. എല്ലാ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ എല്ലാവരും അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് എഴുതുക എന്നൊക്കെ നോക്കി നടക്കുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതാമെന്നും ഒരു ഉദാഹരണവുമാണ് ടീച്ചർ ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. അതിനു മുൻപായിട്ട് നമ്മുടെ സൈലത്തിൻ്റെ ഒരു പ്രാണ ബാച്ചിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? സൈലം ക്ലാസ് 4 നമ്മുടെ സൈലത്തിൻ്റെ ഒരു ബാച്ചാണ് പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ഉണ്ടാവും. മക്കളോടാണ് ടീച്ചർക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു ബാച്ചിൽ എന്തൊക്കെയാണ് നൽകുന്നത് എന്ന് വെച്ചാൽ, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് നിങ്ങൾക്കറിയാം. അവിടെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഓരോ പാഠത്തിൻ്റെയും ലൈവ് ക്ലാസ്സും അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും അവിടെ ഉണ്ടാവും. അതുപോലെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ, കൃത്യമായിട്ടും ഓരോരുത്തരും സംശയങ്ങൾ തീർക്കാനുള്ള ഒരു സെഷൻ കൂടെ അല്ലെങ്കിൽ ആ ഒരു അവസരം കൂടെ നമ്മുടെ ആപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്തും അവിടെ യൂണിറ്റ് ടെസ്റ്റായിട്ട് ക്ലാസ് ടെസ്റ്റായിട്ട് നടത്താറുണ്ട്. അതിൻ്റെ ലൈവ് ആൻസർ ഡിസ്കഷനും ഉണ്ടായിരിക്കും. പിന്നെ സ്ലൈഡും അതിൻ്റെ നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 1999 രൂപയാണ് ഒരു വർഷത്തേക്ക്. മക്കൾ ഓർക്കുക, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. പരീക്ഷയുടെ സമയത്തൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. വളരെ നേരത്തെ പാഠങ്ങൾ കഴിഞ്ഞിട്ട് അത് റിവിഷൻ ചെയ്തിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത് എന്നും കൂടെ ഓർക്കുക. അപ്പോൾ ടീച്ചർ ഇന്ന് ഒരു പരീക്ഷാ ചോദ്യം, അതായത് ആസ്വാദനക്കുറിപ്പ്, മുൻപ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു കവിത തരും അല്ലേ? കവിതയ്ക്കാണ് മിക്കവാറും ആസ്വാദനക്കുറിപ്പ്. കഥയ്ക്കും വളരെ അപൂർവമായിട്ട് കാണാറുണ്ട്. പക്ഷെ കവിതയാണ്. ആ കവിതയ്ക്ക് എന്തായാലും ഒരു പേര് ഉണ്ടായിരിക്കും. മുൻപ് വന്ന ഒരു ചോദ്യമാണ് കേട്ടോ, അതാണ് ടീച്ചർ പറയുന്നത്. അപ്പോൾ ഇത് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു കവിതയാണ്. അപ്പോൾ കവിത നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അതെങ്ങനെ എഴുതേണ്ടത് എന്ന് പറയാം. ഇവിടെ ഒരു കുട്ടിയെ കാണുന്നില്ലേ? ആ കുട്ടി നക്ഷത്രങ്ങളോട് ഇങ്ങനെ കഥ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കൈ നീട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിത്രമാണ് നമ്മളെ ഈ ഒരു ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ? ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കുട്ടി നക്ഷത്രത്തോട് എന്തോ സംസാരിക്കുകയാണ് അല്ലേ? എന്തോ കുശലം പറയുകയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ചോദിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ കവിതയിലിട്ടൊന്ന് പോയി നോക്കാം. കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിലിരുത്തിയതമ്മയാണോ? വല്ലതും തട്ടിപ്പറിച്ചുവോ നീ? വല്ലാതെ വാശി പിടിച്ചുവോ നീ? അമ്മ കയർക്കുവാൻ എന്തു മൂലം? നമ്മൾ കാണിക്കണം നല്ല ശീലം. താഴേക്കു പോരുവാൻ മോഹമില്ലേ? വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും? എന്താ പറയുന്നത്? കൊച്ചു നക്ഷത്രമേ നിന്നെ ആരാ മച്ചിൽ ആകാശത്ത് ഇരുത്തിയിരിക്കുന്നത്? അമ്മയാണോ അല്ലേ? അമ്മയാണോ? ആരാണ് നിന്നെ മച്ചിൽ ഇരുത്തിയിരിക്കുന്നത്? അമ്മയാണോ? നീ വല്ലതും തട്ടിമറിച്ചോ? എന്തോ ഒരു കുരുത്തക്കേട് നീ കളിച്ചോ അല്ലേ? വല്ലാതെ വാശി പിടിച്ചോ നീ? അമ്മ എന്തിനാ ഇങ്ങനെ കയർത്തത്? അമ്മയാണ് ഇവിടെ മച്ചിൻ്റെ മുകളിൽ കുട്ടിയെ നക്ഷത്രത്തെ ഇരുത്തിയത് എന്നാണ് കുട്ടി വിചാരിക്കുന്നത്. മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ വീടിൻ്റെയൊക്കെ ഇപ്പം നമുക്ക് റാക്കൊക്കെ ഇല്ലേ? അതുപോലെ പഴയ വീടിൻ്റെ ആ മുകൾ ഭാഗത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, മച്ച്. ആ മച്ചിൻ്റെ മുകളിൽ ഇരുത്തിയതാണോ എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അമ്മയാണോ? അപ്പോൾ നീ എന്താ ചെയ്തത്? എന്തെങ്കിലും തട്ടിമറിച്ചോ? എന്തോ വാശി കാണിച്ചോ? അപ്പോൾ പിന്നെ പറയാണ് കുട്ടി, നമ്മൾ കാണിക്കണം നല്ല ശീലം. നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശീലം കാണിക്കണം അല്ലേ? നമ്മൾ നല്ല ശീലം കാണിക്കണ്ടേ? നമ്മൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു കൊടുക്കും പോലെയാണ് ഈ കുട്ടി നക്ഷത്രത്തോട് പറയുന്നത്. എന്നിട്ട് ചോദിക്കുകയാണേ, താഴേക്കു പോരുവാൻ മോഹമില്ലേ? വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? താഴേക്ക് ഇറങ്ങി വരാൻ നിനക്ക് മോഹമില്ലേ? ഇനിയിപ്പോൾ അത് വരുന്ന സമയത്ത് വീഴുമോ? വീഴാതിറങ്ങാൻ നിനക്ക് പറ്റുമോ? ഞാൻ എന്ത് ചെയ്യാനാ? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ ഇങ്ങനെ പൊക്കി നിൽക്കുകയല്ലാതെ എന്താ ചെയ്യാ എന്ന് കുട്ടി ചോദിക്കുകയാണ്. കവി അതിമനോഹരമായൊരു ഭാവനയാണ് നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്നത് അല്ലേ? ഒരു കുട്ടി
ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രത്തോട് ചോദിക്കുകയാണ്, നിന്നെ ആരാ അവിടെ ഇരുത്തിയത്, മച്ചിലിരുത്തിയത് എന്ന്. അപ്പോൾ ഈ ഒരു കവിതയ്ക്കാണ് ആസ്വാദനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന സമയത്ത് കവിത നമ്മൾ എങ്ങനെയാണ് ആസ്വദിച്ചത് എന്ന് തന്നെയല്ലേ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്തെഴുതണം? ആദ്യം നമ്മളെ എന്തെഴുതണം എന്ന് വെച്ചാൽ ആരാണല്ലേ, കവിത ഏതാണ് എന്നും കവിതയുടെ പേര്, കവിയുടെ പേര്, കവിതയുടെ പേരും നമ്മൾ എഴുതണം, കവിയുടെ പേരും നമ്മൾ എഴുതണം അല്ലേ? ഏത് കവിയാണ്, ഏത് കവിതയാണ് എന്നല്ലേ, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. പിന്നെ നമ്മൾ എന്താണ് എഴുതേണ്ടത്? കവിതയുടെ ആശയം എഴുതണം. കവിതയുടെ ആശയമാണ് നമ്മൾ എഴുതേണ്ടത്. എന്തിൻ്റെ ആശയം? കവിതയുടെ ആശയമാണേ, കവിതയുടെ ആശയം. പിന്നെ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ? പ്രയോഗ ഭംഗിയുണ്ടോ? ഇപ്പൊ നോക്കൂ, മച്ചകത്ത് അല്ലേ, മച്ചിലിരുത്തിയത് എന്ന്, ആകാശത്തെയാണ് ശരിക്കും മച്ച് എന്ന് കവി പറയുന്നത്. അതൊരു പ്രയോഗമാണ് കേട്ടോ. പ്രയോഗ ഭംഗി, പിന്നെ ശബ്ദ ഭംഗി. ചില വാക്കുകൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ശബ്ദ ഭംഗി ഉണ്ടാവുക. അത് കവിതയുടെ ഭംഗിയും കൂട്ടും. അപ്പോൾ പ്രയോഗ ഭംഗി, ശബ്ദ ഭംഗിയൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതുക. പിന്നെ നമ്മുടേതായ അഭിപ്രായം, നമ്മുടെ സ്വന്തം ഒരു അഭിപ്രായം വേണം. ഇഷ്ടപ്പെട്ട വരിയും കാരണവും കേട്ടോ. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വരിയും കാരണവും എഴുതുമ്പോൾ അതിൽ നമ്മുടേതായ ഒരു കാഴ്ചപ്പാട്, ഈ കവിതയെക്കുറിച്ച് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടും കൂടെ എഴുതിയാൽ നമ്മൾ എന്തായി? ഇത് നല്ലൊരു ആസ്വാദനക്കുറിപ്പായി. നമുക്ക് നോക്കിയാലോ? ടീച്ചർ തുടങ്ങിയത് ഇങ്ങനെയാണേ, നോക്കണം കേട്ടോ. മലയാളത്തിൻ്റെ പ്രിയ കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ വളരെ മനോഹരമായ ഒരു കവിതയാണ്, വളരെ മനോഹരമായ ഒരു കവിതയാണ് കൊച്ചു നക്ഷത്രമേ എന്നത്. രാത്രി ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന കൊച്ചു നക്ഷത്രത്തോട് ഒരു കുട്ടി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലാണ് കവിത അല്ലേ? കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരാണ് മച്ചിലിരുത്തിയത്? കവിതയുടെ ആശയാണേ നമ്മൾ പറയുന്നത്. ഇവിടെ കവിയുടെ പേരും കവിതയുടെ പേരും എഴുതി. അപ്പോൾ ആദ്യം നമ്മൾ കവിയുടെ പേര് എഴുതുമ്പോൾ മലയാളത്തിൻ്റെ പ്രിയ കവി എന്ന് പറഞ്ഞു തുടങ്ങി കേട്ടോ. അതുപോലെ ആശയം, കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരാണ് മച്ചിലിരുത്തിയിരിക്കുന്നത് എന്നും നീ അല്ലേ, കൊച്ചു നക്ഷത്രമേ, നിന്നെ ആരാണ് മച്ചിലിരുത്തിയിരിക്കുന്നത് എന്നും നീ വല്ലതും പറിച്ചു വല്ലാതെ വാശി പിടിച്ചോ? അമ്മ എന്തിനാണ് നിന്നോട് കയർത്തത് എന്നാണ് കുട്ടി ചോദിക്കുന്നത്. എന്തോ വികൃതി കാണിച്ചിട്ട് കൊച്ചു നക്ഷത്രത്തോട് അമ്മ കയർത്തതാണെന്നാണ് കുട്ടി കരുതുന്നത്. അതിനാലാണ് നക്ഷത്രം മച്ചിൽ അല്ലെങ്കിൽ അമ്മ മച്ചിലിരിക്കുന്നത് എന്നാണ്. മച്ചിൽ ഒളിച്ചിരിക്കുന്നതല്ല, അമ്മ ഇരുത്തിയതല്ലേ. മച്ചിലിരിക്കുന്നത് എന്നാണ് കുഞ്ഞു കരുതുന്നത് കേട്ടോ. മച്ചിലിരിക്കുന്നത് എന്നാണ് കുഞ്ഞു കരുതുന്നത്. പിന്നീട് കൂട്ടുകാരിയോട് എന്ന പോലെ ഉപദേശം നൽകുകയാണ്. നമ്മൾ നല്ല ശീലം കാണിക്കണം. നിനക്ക് താഴേക്ക് പോകാൻ മോഹമുണ്ടോ? വീഴാതെ ഇറങ്ങാൻ പറ്റുമോ? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്ത് ചെയ്യുമെന്ന് കുട്ടി സങ്കടപ്പെടുന്നു. ഇതാണ് കവിതയിൽ പറയുന്നത് അല്ലേ? അപ്പോൾ ഈ കവിതയെ പറ്റി നമ്മുടേതായ ഒരു അഭിപ്രായം നമ്മൾ എഴുതണ്ടേ? നോക്കൂ, കുട്ടികൾ നിഷ്കളങ്കരാണ് എന്നും ചുറ്റുമുള്ള എന്തിനോടും അവർ കൂട്ടുകാരോടെന്ന പോലെ അല്ലേ കൗതുകത്തോടെ സംസാരിക്കുമെന്നും ഈ കവിത നമ്മളോട് പറയുന്നു. ആദ്യ വായനയിൽ തന്നെ വല്ലാത്ത ഇഷ്ടം തോന്നുന്ന വരികളാണ് കവിതയിലുള്ളത് അല്ലേ? ആകാശത്താണ് നക്ഷത്രമുള്ളത്, അതിനെ കവി മച്ചിലിരിക്കുന്നു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. താളഭംഗി കൊണ്ടും ശബ്ദഭംഗി കൊണ്ടും സുന്ദരമായ ഈ കവിത എനിക്ക് ഏറെ ഇഷ്ടമായി എന്ന് നിങ്ങൾക്ക് പറയാം. പിന്നെ ഇഷ്ടപ്പെട്ട വരി എഴുതാൻ പറഞ്ഞപ്പോൾ ടീച്ചർ എഴുതിയത് ഇതാണ്: താഴേക്കു പോരുവാൻ മോഹമില്ലേ, വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ എന്ന വരിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. കാരണം കൊച്ചു നക്ഷത്രത്തെ തൻ്റെ ലോകത്തിലേക്ക് മാടി വിളിക്കുന്ന ഒരു കുഞ്ഞിനെ ഈ വരികളിൽ കാണാം എന്നെഴുതി ഇത് ടീച്ചർ അവസാനിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് എന്തെഴുതേണ്ടത്, ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. എൻ്റെ മക്കൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ വരുന്ന ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ സ്നേഹത്തോടെ ടീച്ചർ പോവാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റ.